നമസ്കാരം. HCN കുട്ടികളുടെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മദിനം. നാടെങ്ങും ശിശുദിന ആഘോഷ പരിപാടികൾ. കാഞ്ചിയാർ തപോവൻ മേഖലയിൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നത് ഇടുക്കി ജലാശയത്തിലൂടെ ചങ്ങാടത്തിൽ. ജലാശയത്തിന് കുറുകെ തൂക്കുപാലം വേണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായില്ല. മാനസിക വൈകല്യത്തെ മനക്കരുത്തുകൊണ്ട് തോൽപ്പിച്ച് കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ. അർഹതയ്ക്കുള്ള അംഗീകാരമായി സ്കൂളിന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പച്ചക്കറി തോട്ടത്തിനുള്ള സർക്കാർ അവാർഡ്. വാർത്തകൾ വിശദമായി. ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മദിനം. എല്ലാവർക്കും ശിശുദിന ആശംസകൾ. നെഞ്ചോട് ചേർത്ത് ഒരു പനിനീർ പൂവ്, ചുണ്ടിൽ ചിരിയുടെ തിളക്കം, മുഖത്ത് സൗമ്യതയുടെ പ്രകാശം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ഇത് കുട്ടികളുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജിയുടെ 125ാമത്തെ പിറന്നാളാണ് ഇത്. കുട്ടികളുടെ ഇഷ്ട ചങ്ങാതിയായിരുന്നു നെഹ്റു. 1889 നവംബർ 14-ന് മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായാണ് നെഹ്റു ജനിച്ചത്. സുരക്ഷാ ഭടന്മാരുടെ എതിർപ്പിനെ അവഗണിച്ചാണ് ഒരു പാവം സ്ത്രീ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ഒരു പന്നീർ പൂവ് സമ്മാനമായി നൽകാനെത്തിയത്. പിന്നീട് ഇതൊരു പതിവായി. ഏറെ നാൾ കഴിഞ്ഞാണ് ചാച്ചാജി ഇത് അറിഞ്ഞത്. നെഹ്റു ആ സ്ത്രീയുടെ സ്നേഹോപകാരം തന്റെ കോട്ടിന്റെ ഒരു വശത്ത് കുത്തിവെച്ചു. പിന്നീട് എന്നും അദ്ദേഹത്തിന്റെ കോട്ടിൽ ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങളെ പോലും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ഇത്രയധികം സ്നേഹിച്ച ഒരു ഇന്ത്യൻ ഭരണാധികാരിയും വേറെ ഉണ്ടായിട്ടില്ല. കുട്ടികളും അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചു. അങ്ങനെ ഭാരതത്തിന് ഒരു ചാച്ചാജി ഉണ്ടായി, ഒരേ ഒരു ചാച്ചാജി. ചാച്ചാജിയുടെ 125ാമത്തെ പിറന്നാളാണ് ഇന്ന്. കുട്ടികൾക്ക് നേരെയുള്ള കൊടിയ പീഡനങ്ങളുടെ കാലത്താണ് നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത്. ചാച്ചാജിയുടെ ചിന്തകളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളും കുരുന്നുകൾക്ക് ജീവിതത്തിൽ കൂടുതൽ കരുത്താകുമെന്ന് നമുക്ക് കരുതാം. മാനസിക വൈകല്യത്തെ മനക്കരുത്തുകൊണ്ട് പരാജയപ്പെടുത്തുകയാണ് കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദനിലെ കുട്ടികൾ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പച്ചക്കറി തോട്ടത്തിനുള്ള അവാർഡ് ഇവരെ തേടിയെത്തിയത് ഈ കുട്ടികളുടെ പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണ്. പൂർണ്ണമായും ബുദ്ധിവളർച്ച എത്താത്ത 70 കുട്ടികളാണ് കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നത്. ഇതിൽ 28 പേർ പെൺകുട്ടികളാണ്. 46 കുട്ടികൾ ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുന്നു. മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിൽ എത്താൻ പലപ്പോഴും ഇവർക്ക് കഴിയാറില്ല. എന്നാൽ സാവധാനമെങ്കിലും ഇവർ തങ്ങളുടെ ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നു. കഴിഞ്ഞ വർഷം മുതലാണ് സ്കൂൾ പരിസരത്ത് പച്ചക്കറി കൃഷി തുടങ്ങിയത്. ഇവിടെയുള്ള കുട്ടികൾ അതിവേഗം ഇതിൽ പങ്കാളികളായി. ആവേശത്തോടെയാണ് ഇവർ കൃഷിയിടത്തിൽ സജീവമാകുന്നത്. ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറി പാവലുണ്ട്, പടവലമുണ്ട്, വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, പയറുണ്ട്, കാബേജ് ഉണ്ട്, പിന്നെ കോളിഫ്ലവർ ഉണ്ട്, ചീര പലതരമുണ്ട്. 2014 സംസ്ഥാനത്തെ മികച്ച പച്ചക്കറി തോട്ടത്തിനുള്ള പുരസ്കാരവും ഇവരെ തേടിയെത്തി. 260 ചതുരശ്ര അടി വിസ്തീർണമുള്ള മഴമരക്കൃഷിയും ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം ഇവർക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറിയും സ്കൂൾ പരിസരത്തു തന്നെയാണ് കൃഷി ചെയ്തത്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും കൃഷി ഏറെ ഗുണം ചെയ്യുന്നു. കുട്ടികളുടെ പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ട് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഏറെ ഞങ്ങൾ സന്തോഷിക്കാറുണ്ട്. ഞങ്ങളുടെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ സന്തോഷത്തോടെ ഭക്ഷിക്കുമ്പോഴും തന്നെത്താനെ അധ്വാനിച്ചെടുത്ത ഒരു ആത്മസംതൃപ്തി എല്ലാവരുടെയും മുഖത്തും പ്രതിഫലിക്കാറുണ്ട്. മറ്റുള്ളവർ എൻട്രൻസ് വിജയവും റാങ്കും ലക്ഷ്യം വെക്കുമ്പോൾ ഇവർ കാത്തിരിക്കുന്നത് തങ്ങളുടെ പച്ചക്കറികൾ വിളയുന്നതിനായാണ്. സമൂഹത്തിന്റെ ഭാഗമായി മാറാൻ, തങ്ങളുടെ വൈകല്യങ്ങളെ അതിജീവിക്കാൻ ഈ കാർഷിക സംസ്കാരത്തിന് കഴിയുമെന്ന് ഈ കുട്ടികളും ഒപ്പം അധ്യാപകരും മാതാപിതാക്കളും വിശ്വസിക്കുന്നു.
ആദിവാസി മേഖലയിലെ കുട്ടികൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. യാത്രാ സൗകര്യം ഇല്ലാത്തതും ആവശ്യത്തിന് ഹോസ്റ്റലുകൾ ഇല്ലാത്തതുമാണ് ആദിവാസി കുട്ടികളുടെ പഠനം പ്രതിസന്ധിയിലാക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മിക്ക ആദിവാസി കുടികളിൽ നിന്നും പുറം ലോകത്ത് എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ കാട്ടിലൂടെ നടക്കണം. വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ സ്കൂളിലെത്തി പഠിക്കാൻ കഴിയാതെ വന്നതോടെ മഹിളാ സമിതിയുടെ നേതൃത്വത്തിൽ ഇവരെ കണ്ടെത്തി പഠനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് കുട്ടികളെ താമസിപ്പിക്കുകയും സൗജന്യമായി ആഹാരം നൽകുകയും ചെയ്യുന്നതായിരുന്നു പദ്ധതി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഈ പദ്ധതി മുടങ്ങി. ഇതോടെ മിക്കയിടങ്ങളിലും കുട്ടികൾ പഠനം നിർത്തി. കുടികളിലെ ഏകാധ്യാപക വിദ്യാലയങ്ങളിൽ പലപ്പോഴും അധ്യാപകർ ഉണ്ടാകാറില്ല. ഇതോടെ കുടിക്ക് ഉള്ളിലും പുറത്തും പഠനം നടത്താനാകാത്ത അവസ്ഥയിലാണ് കുട്ടികൾ. ഗവൺമെന്റ് പദ്ധതിയുണ്ട്, ഒരു സ്കൂളുണ്ട്. അത് 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെയുള്ള. അത് ഒരു ദിവസം വന്നാൽ പിന്നെ 9 ദിവസം ടീച്ചർ വരില്ല. പിന്നെ എങ്ങനെ പഠിക്കാനോ പിള്ളേർ? അതാ കൂടുതലും ഇതിനകത്തെ പ്രശ്നം. പിള്ളേർ പിന്നെ ഇവിടെ നടപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇച്ചിരി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ പണി ചെയ്തു, അങ്ങനെയൊക്കെ ഉള്ളൂ വീട്ട് കാര്യമായിട്ട്. നിലവിൽ ഇടുക്കി ജില്ലയിൽ 11 ട്രൈബൽ ഹോസ്റ്റലുകളുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ തന്നെ 30% കൂടുതൽ കുട്ടികൾ താമസിച്ചു പഠിക്കുന്നു. ബാക്കി കുട്ടികൾ പഠനം ഉപേക്ഷിച്ച് കുടികളിൽ തന്നെ കഴിയുകയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങളിലെ മറക്കാനാകാത്ത പേരാണ് മലാല. ഈ ശിശുദിനത്തിൽ മലാല യൂസഫ്സായ് വിദ്യാർത്ഥികൾക്ക് ആവേശവും മാതൃകയുമാണ്. 11 വയസ്സുള്ളപ്പോൾ അവൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും താലിബാൻ ഭീകരർക്ക് എതിരായും പ്രതികരിച്ചു. തുടർന്ന് വന്ന വസന്തത്തിൽ മലാല ലോകത്തോട് മുഴുവൻ തന്റെ ആശയങ്ങൾ തുറന്നു പറഞ്ഞു. ചടുലമായ വാക്കുകൾക്ക് വേണ്ടി ലോകം കാതോർത്തിരുന്നു. ലോക പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ആദം ബി എറിക് മലാലയെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസിൽ ഡോക്യുമെന്ററി നിർമ്മിച്ചു. പത്രമാസികകളിലും ടെലിവിഷനിലും മലാല തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു. 2011 കുട്ടികളുടെ സമാധാനത്തിനുള്ള അന്തർദേശീയ സമ്മാനത്തിനായി മലാലയെ നാമനിർദ്ദേശം ചെയ്തു. 2012 ഒരു സായം സന്ധ്യയിൽ സ്കൂൾ ബസ്സിൽ വെച്ച് ഒരു താലിബാൻ ഭീകരവാദി അവൾക്ക് നേരെ നിറയൊഴിച്ചു 3 തവണ. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മലാലയെ ഇംഗ്ലണ്ടിലെ ക്യൂൻ എലിസബത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലാല എന്ന കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തിനു വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകി. ലോകത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയിൽ മലാല ജീവിതത്തിലേക്ക് തിരികെ വന്നു. 2013 15-ാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ കൗമാരക്കാരിയായി മലാല മാറി. 2014 ഒക്ടോബർ 10 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് അവളെ തേടിയെത്തി. 1997 ജൂലൈ 12 പാകിസ്ഥാനിലെ സീറ്റ് പ്രവിശ്യയിൽ ജനിച്ച ഒരു സാധാരണ പെൺകുട്ടി ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിയത് കഠിനമായ പ്രതികൂല സാഹചര്യങ്ങളെ പിന്തള്ളിയായിരുന്നു. ഈ ശിശുദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനവും വഴികാട്ടിയും ആകട്ടെ മലാല യൂസഫ്സായി എന്ന കൊച്ചു പെൺകുട്ടിയുടെ ജീവിതയാത്ര. ഇനി ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ നടന്ന ശിശുദിന ആഘോഷങ്ങളുടെ റിപ്പോർട്ടുകളാണ്. ശിശുദിന ആഘോഷത്തിന്റെ കൂടുതൽ വാർത്തകൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദേവിക നൽകും. നമസ്കാരം. ശിശുദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ വിപുലമായ പരിപാടികളാണ് നടന്നത്. കട്ടപ്പനയിൽ റാലിയും പ്രച്ഛന്നവേഷ മത്സരങ്ങളുമെല്ലാം ശിശുദിനത്തോടനുബന്ധിച്ച് നടന്നു. ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടിക്കാനം മരിയൻ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ഫ്ലാഷ് മോബും തെരുവ് നാടകവും നടന്നു. ഇടുക്കി ചൈൽഡ് ലൈനിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വള്ളക്കടവ് സെന്റ് ആന്റണീസ് LP UP സ്കൂളുകളുടെയും ലിറ്റിൽ ഫ്ലവർ നഴ്സറിയുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായ ശിശുദിനാഘോഷ പരിപാടികൾ നടന്നു. സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികളിലും വള്ളക്കടവിലേക്ക് നടത്തിയ റാലിയിലും കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. മാട്ടുക്കട്ട ഗ്രേസ് ഗാർഡൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനാഘോഷം നടന്നു. കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. മാട്ടുക്കട്ട ഗ്രേസ് ഗാർഡൻ സ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികളോടെയാണ് ശിശുദിനാഘോഷങ്ങൾ നടന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ അന്ന മരിയ ചെറിയൻ കുട്ടികൾക്ക് ശിശുദിന ബാഡ്ജുകൾ നൽകി. തുടർന്ന് നടന്ന ശിശുദിന പരിപാടികൾക്ക് ഫ്രാൻസിസ് OM അധ്യക്ഷനായിരുന്നു. ചാച്ചാജിയുടെ വേഷത്തിൽ കുട്ടികൾ സ്റ്റേജിൽ അണിനിരന്നു. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് അധ്യാപകർ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി അധ്യാപകർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ചാച്ചാജിയുടെ സന്ദേശവും ഇന്നത്തെ പ്രധാന വാർത്തയും സ്കൂൾ പ്രിൻസിപ്പാൾ അവതരിപ്പിച്ചു. സ്കൂൾ ഹാളിലെ പരിപാടികൾക്ക് ശേഷം കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും നടന്നു. പരിപാടികളിൽ നിരവധി രക്ഷിതാക്കളും പങ്കെടുത്തു. ഉപ്പുതറ OM LP സ്കൂളിലും പുല്ലുമേട് ഗവൺമെന്റ് LP സ്കൂളിലും ശിശുദിനാഘോഷം നടന്നു. ഇതോടനുബന്ധിച്ച് ശിശുദിന റാലിയും കലാപരിപാടികളും നടന്നു. ഉപ്പുതറ OM LP സ്കൂളിൽ നിന്നും ശിശുദിന റാലി ഉപ്പുതറ ആശുപത്രി പടിയിലേക്കാണ് നടന്നത്.
ഓരോ ക്ലാസുകളിൽ നിന്നും ചാച്ചാജി, മഹാത്മാഗാന്ധി തുടങ്ങിയ വേഷങ്ങളിൽ കുട്ടികൾ അണിനിരുന്നത് കാണികൾക്ക് കൗതുകമായി. ആശുപത്രി പരിസരത്ത് എത്തിയ ശിശുദിന റാലിയെ ആശുപത്രി അധികൃതർ ചേർന്ന് സ്വീകരിച്ചു. ആശുപത്രിയിലെ ജീവനക്കാർ കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ ശിശുദിന റാലിക്ക് നേതൃത്വം നൽകി. ജയ് ജയ് ചാച്ചാ നെഹ്റു എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് കുട്ടികൾ റാലിയിൽ അണിനിരുന്നത്. കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും ശിശുദിന റാലിയിൽ അണിനിരുന്നു. പുല്ലുമേട് LP സ്കൂളിലെ ശിശുദിനാഘോഷം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്ര കത്തോലിക്ക പള്ളിപ്പടിയിൽ അവസാനിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരുടെ പ്രച്ഛന്ന വേഷത്തിലാണ് കുട്ടികൾ റാലിയിൽ പങ്കെടുത്തത്. സ്കൂളിലെ അധ്യാപകരും റാലിക്ക് നേതൃത്വം നൽകി. കട്ടപ്പന ഓക്സിലിയം സ്കൂളിൽ നടന്ന ശിശുദിനാഘോഷ പരിപാടികൾ വേറിട്ടതായി. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി അധ്യാപകരാണ് കലാപരിപാടികൾ അവതരിപ്പിച്ചത്. കട്ടപ്പന ഓക്സിലിയം സ്കൂളിൽ ശിശുദിനാഘോഷം വേറിട്ട ഒരു അനുഭവമായി. ഇവിടെ കുട്ടികളെ ആദരിക്കുന്ന ദിവസമായി ശിശുദിനം മാറി. കുട്ടികൾക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിനു വേണ്ടി ഇവിടെ അധ്യാപകരാണ് കുട്ടിവേഷം കെട്ടി ആടിത്തീർത്തത്. സ്കൂൾ മാനേജർ സിസ്റ്റർ മോളി ശിശുദിന സന്ദേശം നൽകി. അധ്യാപകരുടെ സ്റ്റേജ് ഷോ കുട്ടികൾ കരഘോഷത്തോടെ നെഞ്ചിലേറ്റി. 50-ലധികം വരുന്ന അധ്യാപകരെല്ലാവരും വിവിധ കലാപരിപാടികളിൽ പങ്കാളികൾ ആയപ്പോൾ കുട്ടികളുടെ ദിവസം അവർ അർഹിക്കുന്ന ആദരവായി മാറി. മാനേജ്മെന്റ് ലഡു വിതരണം ചെയ്ത് ഈ ദിവസം മധുരകരമാക്കിയപ്പോൾ അധ്യാപകർ കുട്ടികൾക്ക് പേനയും പെൻസിലും സമ്മാനമായി നൽകി അവരുടെ സന്തോഷം പൂർണ്ണമാക്കി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശിശുദിനാഘോഷ പരിപാടികൾ നടന്നു. സ്കൂളുകളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കുരുന്നുകളുടെ ചാച്ചാജിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മദിനം കലാലയങ്ങളിൽ വിപുലമായി ആഘോഷ പരിപാടികളിലൂടെയാണ് നടന്നത്. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലയൺസ് ആൻഡ് ലയണസ് ക്ലബ് ഓഫ് കട്ടപ്പന ടൗണിന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിന ആഘോഷം സംഘടിപ്പിച്ചു. പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് പ്രസംഗ മത്സരവും ഫാൻസി ഡ്രസ് മത്സരവും നടന്നു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് KP ജയമോൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ കുര്യൻ നരിതുക്കിൽ, ഹെഡ്മാസ്റ്റർ MJ മത്തായി എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പരിപാടികൾക്ക് ലയൺസ് ക്ലബ് ഭാരവാഹികൾ നേതൃത്വം നൽകി. കട്ടപ്പന വെള്ളയാങ്കുടി അംഗനവാടിയിൽ നടന്ന ശിശുദിനം ശ്രദ്ധേയമായി. കുരുന്നുകൾ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും അൽഫോൺസാമയുടെയും വേഷമണിഞ്ഞാണ് എത്തിയത്. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളിയിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മനസ്സുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ശിശു തുല്യമായ മനസ്സുള്ളവർക്ക് മാത്രമേ ശിശുക്കളെ സ്നേഹിക്കാൻ കഴിയൂ. കാരണം അവരുടെ ബാലിശമായ പിടിവാശികളും അല്ലെ അവരുടെ ബാലിശമായ സമീപനങ്ങളും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളുവാനും അത് സ്വായത്തമാക്കാനുള്ള വിശാലമായ മനസ്സുള്ളവർക്ക്. വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് LP സ്കൂളിന്റെ നേതൃത്വത്തിൽ ശിശുദിന റാലി നടത്തി. വളരെയധികം ആവേശത്തോടെയാണ് കുട്ടികൾ മുദ്രാവാക്യം മുഴക്കി റാലിയിൽ അണിനിരുന്നത്. നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിൽ ശിശുദിന ആഘോഷം നടന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് ആഘോഷം നടന്നത്. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ശിശുദിന ആഘോഷത്തിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കണ്ടത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. കാഞ്ചിയാർ തപോവൻ പ്രദേശത്തെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മടങ്ങി വരുന്നതുവരെ രക്ഷിതാക്കൾ ഭീതിയിലാണ്. ഇടുക്കി ജലാശയത്തിലൂടെ ചങ്ങാടത്തിലാണ് ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. വീട്ടുമുറ്റത്ത് സ്കൂൾ ബസ് എത്താൻ കാത്തു നിൽക്കുന്നവരാണ് പല വിദ്യാർത്ഥികളും. എന്നാൽ കാഞ്ചിയാർ തപോവൻ മേഖലയിലെ കുട്ടികൾക്ക് സ്കൂളിൽ എത്തണമെങ്കിൽ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യണം. ചങ്ങാടത്തിൽ ഇടുക്കി ജലാശയം മുറിച്ചു കടന്നാണ് ഇവർ സ്കൂളിൽ പോകുന്നത്.
കഴിഞ്ഞ 43 വർഷമായി ഈ പ്രദേശത്തുള്ളവർ ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ചങ്ങാടത്തിൽ പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ വെള്ളം കൂടിയത് കാരണം ഞങ്ങൾ പലരും ലൈൻ ബസ്സിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്നു. ഇപ്പം പലരും ചങ്ങാടത്തിൽ പോയിട്ട് ചങ്ങാടത്തിലെ കാലിൽ പോയിട്ട് ഭയങ്കര വേദന അനുഭവിക്കുന്നു. ചങ്ങാടത്തിൽ കൂടെയാണ് സ്കൂളിൽ പോകുന്നത്. എന്നും താമസിച്ചാണ് സ്കൂളിൽ ചെല്ലാറ്. ഇവിടെ വരുമ്പോഴത്തേക്ക് അക്കരയായിരിക്കും ചങ്ങാടം കിടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കണം. പിന്നെ ഈ ചങ്ങാടത്തിൻ്റെ ഇടയിൽ കാല് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. പിന്നെ എപ്പോഴും ഈ ചങ്ങാടം കുരുങ്ങാറുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴയൊക്കെ ആണെങ്കിൽ ചങ്ങാടം വലിക്കാൻ പറ്റാതെ വരും. യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ചവരും നിരവധിയാണ്. ഇടുക്കി ജലാശയത്തിൽ 8 മാസത്തോളം വെള്ളം നിറഞ്ഞുകിടക്കും. ഈ കാലം അത്രയും കുട്ടികൾ ചങ്ങാടത്തിലാണ് അക്കരയ്ക്കര കടക്കുക. ചങ്ങാടം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് സ്കൂളിൽ പോകാനായിട്ട്. രാവിലെ നേരത്തെ ഇറങ്ങിയാൽ പോലും താമസിച്ചാണ് സ്കൂളിൽ ചെല്ലുന്നത്. ഒരുപാട് പ്രാവശ്യം തന്നെ ടീച്ചേഴ്സിൻ്റെ വായിൽ നിന്ന് ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട്. അത് തന്നെയല്ല, ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ കാല് ഒത്തിരി എല്ലാവരുടെയും കാല് തന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. ഒരുപാട് വേദനയാണ് കാല് പോയിട്ടുണ്ടെങ്കിൽ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വരാൻ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ഒത്തിരി കുഞ്ഞു പിള്ളേർ വരെ ഇവിടുന്ന് ഇതിലേക്കൂടെ സ്കൂളിൽ പോകുന്നുണ്ട്. അവർക്ക് ഭയങ്കര പാടാണ് പോകാനായിട്ട്. നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു തൂക്കുപാലം വേണമെന്ന് ഇവർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. വാഗ്ദാനങ്ങൾ പലതവണയുണ്ടായി, പക്ഷേ നടപടികൾ മാത്രം ഉണ്ടാകുന്നില്ല. ഇടുക്കി ജില്ലയിലെ വിദൂര ആദിവാസി മേഖലയായ കണ്ണമ്പടിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലാകുന്നു. അധ്യാപകരുടെ കൂട്ടസ്ഥലമാറ്റമാണ് ഈ സ്കൂളിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. കണ്ണമ്പടി ആദിവാസി കോളനിയിലെ ഏക സ്കൂളാണിത്. ഇവിടെ പഠിക്കുന്നതിൽ 95% കുട്ടികളും ആദിവാസികളാണ്. യാതൊരുവിധ ഗതാഗത സൗകര്യങ്ങളും ഇവിടെയില്ല. വനത്തിലൂടെ നടന്നുപോയി വേണം സ്കൂളിലെത്താൻ. വന്യമൃഗങ്ങളുടെ ഭീഷണിയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എങ്കിലും സ്കൂളിലെ അധ്യാപകരുടെ കഠിന പരിശ്രമം മൂലം സ്കൂളിന് ഉയർന്ന വിജയശതമാനം കൈവരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം അധ്യാപകർ കൂട്ടത്തോടെ സ്ഥലം മാറിപ്പോയതോടെ കുട്ടികളുടെ പഠനം മുടങ്ങി. 23 അധ്യാപകർ വേണ്ടെടുത്ത് 14 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 9 പേർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പഠിക്കാൻ മിടുക്കരായ കുട്ടികളുള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്തത് മൂലം ഇവരുടെ ഭാവി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പരമ്പരാഗത പഠന രീതികളിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കുകയാണ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ എല്ലാ ക്ലാസ് മുറികളും ഇനി ഓൺലൈൻ സംവിധാനത്തിന് കീഴിലാണ്. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളും ഓൺലൈൻ സംവിധാനത്തിന്റെ കീഴിൽ വരുന്നത്. ഈ സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടെ വിദ്യാർത്ഥികൾക്ക് ഇന്റർനെറ്റ് സൗകര്യം ഉപയോഗിച്ച് കഴിഞ്ഞുപോയ ക്ലാസുകൾ, നഷ്ടപ്പെട്ട ക്ലാസുകൾ തുടങ്ങിയവ വീട്ടിലിരുന്ന് തന്നെ വീണ്ടും പഠിക്കുന്നതിന് സൗകര്യമുണ്ടാകും. കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സഹായിക്കുന്നു. അത് മാത്രമല്ല, ബുക്കിൽ പറയുന്നതിനേക്കാളും ദൃശ്യത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഉപകാരപ്രദമാണ്. അതുമാത്രമല്ല, ഇവിടെ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പഠനത്തെ കൂടുതൽ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ദിവസം ആബ്സെൻ്റ് ആയാൽ വീട്ടിലിരുന്ന് പഠിക്കാനും വളരെ സഹായകമാണ് ഇത്തരം സംവിധാനങ്ങൾ. സ്കൂളിൽ ഇത്തരം പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. കണ്ണോട്ട് പഠിക്കുന്നത് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഗ്രാസ്പ് ചെയ്തെടുക്കാനും നല്ല സുഗമമായതുകൊണ്ട് സ്കൂളിൽ വരാനും നല്ല എളുപ്പമാണ്. കരിയർ കൗൺസിലിംഗ്, വ്യക്തിത്വ വികസന ക്ലാസുകൾ, ഓൺലൈൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോച്ചിംഗ് ക്ലാസുകൾ, മറ്റ് മത്സര പരീക്ഷകൾ, ഓൺലൈൻ അഭിരുചി പരീക്ഷകൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങിയവ വെബ്സൈറ്റിലൂടെ ലഭ്യമാകും. ഇതോടൊപ്പം വിവിധ സർക്കാർ, പ്രൈവറ്റ് ഏജൻസികളുമായി ചേർന്ന് പഠന തൊഴിൽ പദ്ധതികളും ആവിഷ്കരിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് കുര്യൻ പറഞ്ഞു. കുട്ടികൾക്ക് പ്രോഗ്രസ് കാർഡും അറ്റൻഡൻസും വീട്ടിലിരുന്ന മാതാപിതാക്കൾക്ക് ലഭ്യമാകുന്ന വിധം, നഷ്ടപ്പെട്ട ക്ലാസുകൾ വീണ്ടും വീട്ടിലിരുന്ന് പഠിക്കത്തക്ക രീതിയിൽ, വിഷമമേറിയ ക്ലാസുകൾ വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നതിന് അധ്യാപകർക്ക് കുട്ടികൾക്ക് അത്യാവശ്യമായി പഠന സഹായങ്ങൾ വെബ്സൈറ്റിലൂടെ ലഭ്യമാക്കുന്നതിനും ഈ സാങ്കേതികവിദ്യയിലൂടെ സഹായിക്കുന്നു. സാങ്കേതിക വിദ്യകൾ വികസിക്കുമ്പോൾ അതിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയും മാറുകയാണ്. പരമ്പരാഗത പഠന രീതികൾ മാറി പുതിയ സംവിധാനങ്ങൾ എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനം കൂടുതൽ എളുപ്പമായി മാറും. നാടിന്റെ നന്മയ്ക്കായി ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ. ഉപ്പുതറ സെന്റ് ഫിലോമിന സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് സമൂഹത്തിന് മാതൃകയാകുന്നത്. സാമൂഹിക സേവനം ലക്ഷ്യമാക്കിയാണ് സ്കൂളുകളിൽ നാഷണൽ സർവീസ് സ്കീമുകൾ പ്രവർത്തിക്കുന്നത്. മിക്ക സ്കൂളുകളിലും NSS യൂണിറ്റുകളുണ്ട്. എന്നാൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉപ്പുതറ സെന്റ് ഫിലോമിന സ്കൂളിലെ NSS യൂണിറ്റ് മാതൃകയാകുന്നത്. സമൂഹത്തെ മനസ്സിലാക്കാനും
സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനുമാണ് എപ്പോഴും NSS വോളണ്ടിയേഴ്സിന് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കാറുള്ളത്. സ്കൂളിലാണെങ്കിൽ അവർ ക്യാമ്പസിൽ അത്യാവശ്യം പച്ചക്കറികൾ നടുകയും അതുപോലെ എല്ലാ വീടുകളിലും പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം ആ ഭാഗത്തുണ്ടാകാറുണ്ട്. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തമാകാൻ സ്കൂളിലും പരിസരത്തും പച്ചക്കറി കൃഷി, ഒപ്പം വീടുകളിൽ അടുക്കളത്തോട്ടം, ഇങ്ങനെയാണ് ഉപ്പുതറ സ്കൂളിലെ കുട്ടികളുടെ പ്രവർത്തനം. പച്ചക്കറി നടീൽ, പൂന്തോട്ട നിർമ്മാണം, റോഡ് വികസനം എന്നിങ്ങനെ കുട്ടികളാലാകാവുന്ന വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്തു വരുന്നു. NSSലൂടെയുള്ള ഈ പ്രവർത്തനം കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിനും വളരെയേറെ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. വിവിധ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നതിലും സമൂഹ നന്മയ്ക്കായുള്ള പരിപാടികൾ നടത്തുന്നതിലും ഇവർ മുൻപന്തിയിലാണ്. ഞങ്ങളിവിടെ സ്കൂളിൽ വെജിറ്റബിൾ ഗാർഡനും അതല്ലാതെ സ്കൂളിൽ പൂന്തോട്ടവും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. മെയിനായിട്ട് ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്കൂൾ ക്യാമ്പസ് വൃത്തിയാക്കുന്നുണ്ട്. സ്കൂളിലേക്ക് വരുന്ന വഴികളും ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കുകയും സ്കൂൾ നല്ല ശുചിത്വത്തോടെ നിർത്താൻ വേണ്ടി, പരിപാലിക്കാൻ വേണ്ടി നോക്കുകയും ചെയ്യുന്നുണ്ട്. നിർധന കുടുംബത്തിന് മുൻപ് ഇവർ വീട് വെച്ച് നൽകിയിരുന്നു. ഇപ്പോൾ ഒരു വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഈ വർഷത്തെ NSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉപ്പുതറ NSS വോളണ്ടിയേഴ്സ് ഈ വർഷം ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ഭവന നിർമ്മാണമാണ്. നിർധനരായ ഒരു കുടുംബത്തിൻ്റെ അവർക്ക് ജീവിക്കുവാൻ വേണ്ടി ഒരു ഭവന നിർമ്മാണം ഉപ്പുതറ NSS വോളണ്ടിയേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ വളരെയേറെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന് വേണ്ടത് കണ്ടറിഞ്ഞാണ് ഇവർ ചെയ്യുന്നത്. സമൂഹ നന്മയിലൂന്നി നല്ല ഒരു നാളേക്ക് വേണ്ടിയാണ് ഈ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത്. നഗരവൽക്കരണത്തിനിടയിലും ഹരിതാഭമായ ഒരു കലാലയം. കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നിറയെ മരങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു പട്ടണമായി വളർന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കട്ടപ്പന. ഈ പട്ടണ ഹൃദയത്തിലാണ് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. 1958 കട്ടപ്പനയിൽ സർക്കാർ സ്കൂൾ ആരംഭിച്ചത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹയർ സെക്കൻഡറി അനുവദിച്ചു. ഇവിടെ പഠിച്ചുപോയ കുട്ടികളും പരിസ്ഥിതി പ്രവർത്തകരും അധ്യാപകരും എല്ലാം ചേർന്നാണ് സ്കൂളിന് ചുറ്റും ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. ഏത് വേനൽക്കാലത്തും ഏറ്റവും കുളിർമയുള്ള ഒരു അന്തരീക്ഷത്തിൽ ആൾക്കാരൊക്കെ കഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിലുള്ളത്. 10-50ഓളം ഇനത്തിൽപ്പെട്ട വൃക്ഷങ്ങൾ നമ്മുടെ ഇവിടെയുണ്ട്. മുള തന്നെ പല ഇനത്തിൽപ്പെട്ടതുണ്ട്. അതുപോലെ വാഗമരങ്ങൾ, അപൂർവങ്ങളായ ഒത്തിരി വൃക്ഷങ്ങളും നമ്മളിപ്പോൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഓക്സിജനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സുന്ദരമായ ഒരു സ്കൂൾ കോമ്പൗണ്ട്, അത് എല്ലാവരുടെയും ആഗ്രഹത്തിലുള്ളതാണ്. പക്ഷേ അത് പ്രാവർത്തികമായി കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യവുമാണ്. ഏതായാലും കട്ടപ്പന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു സംഗതിയാണ്. തണൽ മരങ്ങൾ, ഫലവൃക്ഷങ്ങൾ, ഇല്ലി, ഔഷധ സസ്യങ്ങൾ എല്ലാം ഉണ്ട് ഈ സ്കൂൾ മുറ്റത്ത്. 3.5 ഏക്കർ സ്ഥലമാണ് സ്കൂളിന് ഉള്ളത്. ഇവിടെ ഇപ്പോഴും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ് കുട്ടികൾ. ഈ തണൽ കുട്ടികൾക്ക് ഏറെ ആശ്വാസമാണ് നൽകുന്നത്. കട്ടപ്പന എവിടെയും കിട്ടാത്തൊരു തണുപ്പൊക്കെ ഈ സ്കൂളിലേക്ക് കയറിയുണ്ട്. പിന്നെ ഈ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. പിന്നെ പഠിക്കാനൊക്കെ നല്ല താല്പര്യമുണ്ട്. സ്കൂളിൽ വരുമ്പം ഈ മരങ്ങളെ കാണുമ്പോൾ ഒരു ഉത്സാഹമൊക്കെ ഉണ്ട്. മഴമരം, മഞ്ഞമുള, ഞാവൽ, അത്തി, താന്നി, ചന്ദനം, കണിക്കൊന്ന, ഈന്ത്, പച്ചമുള, മാവ്, മരുതി മരങ്ങളുടെ സമൃദ്ധിയാണ് ഈ കലാലയത്തെ വ്യത്യസ്തമാക്കുന്നത്. കുളിർമയുള്ള അന്തരീക്ഷവും പ്രകൃതിയെ അടുത്തറിയാനുള്ള അവസരവുമാണ് ഈ കൊച്ചുവനം കുട്ടികൾക്ക് നൽകുന്നത്. പ്രകൃതിയെ അടുത്തറിയുകയും പഠിക്കുകയും ചെയ്യുകയാണ് കാഞ്ചിയാർ നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇവർ ഒരുക്കിയ ഔഷധ സസ്യത്തോട്ടവും നക്ഷത്രവനവുമെല്ലാം ഏറെ ശ്രദ്ധേയമാണ്. ജന്മനക്ഷത്രങ്ങളോട് ചേർന്ന് ഓരോ പക്ഷികളെയും മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ചേർത്ത് വെക്കുന്ന സമ്പ്രദായം പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷിമൃഗാദികളുടെയും പ്രകൃതിയെയും മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന വലിയൊരു ദർശനമായിരുന്നു ഇതിനു പിന്നിൽ. ഈ കാഴ്ചപ്പാടാണ് 3 വർഷം മുമ്പ് മന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ നക്ഷത്രവനം പദ്ധതിക്ക് രൂപം നൽകിയത്. ഓരോ വിദ്യാർത്ഥികളുടെയും ജന്മനക്ഷത്രത്തോട് ചേർത്തുള്ള മരങ്ങളാണ് നടുന്നത്. അശ്വതി നാളിന് കാഞ്ഞിരം, ഭരണി നക്ഷത്രത്തിന് നെല്ലിമരം, തിരുവോണത്തിന് എരിക്ക്, അങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായ മരങ്ങൾ. അതാതു നക്ഷത്രക്കാർ തന്നെ മരം നടുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഓരോ വ്യക്തിക്കും അവൻ്റേതായ നാളുണ്ട്. ആ നാളിനെ തിരിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളെ പരിപാലിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ഈ സ്കൂൾ
നക്ഷത്രവനം പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഒപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ വിഭവങ്ങളെക്കുറിച്ചും അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. അതിന് ഈ കൃഷി ഞങ്ങളെ വളരെയധികം സഹായിക്കുന്നു. കൂടാതെ സ്കൂളിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അന്യം നിന്നു പോകുന്ന ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നാഗാർജുനയുടെ സഹകരണത്തോടെ 2 വർഷം മുമ്പ് നിർമ്മിച്ച ഔഷധത്തോട്ടം. 50ഓളം ഇനങ്ങളിലുള്ള ഔഷധ സസ്യങ്ങളാണ് ഇവിടെ കുട്ടികൾ പരിപാലിക്കുന്നത്. പഠനത്തോടൊപ്പം കാർഷിക രംഗത്ത് കുട്ടികൾക്ക് പ്രചോദനം നൽകുന്നതിനു വേണ്ടി സ്കൂളിലെ ഓരോ കുട്ടികൾക്കും 2 ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വീതം നൽകി. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു വാഴക്കുല വിപണി വിലയ്ക്ക് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി നൽകണം. കാഞ്ചിയാർ കൃഷിഭവനുമായി സഹകരിച്ച് 200 ടിഷ്യൂ കൾച്ചർ വാഴകൾ 100 കുട്ടികൾക്കായി 2 എണ്ണം വീതം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ഈ വാഴകളിൽ നിന്നുണ്ടാകുന്ന കൊലകൾ ഒരെണ്ണം വീട്ടാവശ്യത്തിനും മറ്റേത് മാർക്കറ്റ് വിലയിൽ സ്കൂളിൻ്റെ ഊട്ടുപുരയിലേക്കുമാണ് എടുക്കുന്നത്. കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് വേണ്ടി നമ്മുടെ കാഞ്ചിയാർ കൃഷിഭവനുമായി ചേർന്ന് കുട്ടികൾക്ക് പച്ചക്കറി തൈകളും വാഴ വിത്തുകളും മുളപ്പിച്ച പച്ചക്കറി തൈകളൊക്കെ വിതരണം ചെയ്തു വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് വിഷമുക്തമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. കലാകായിക രംഗങ്ങളിലും മന്നം മെമ്മോറിയൽ സ്കൂൾ മുൻപന്തിയിലാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃതോത്സവത്തിൽ തുടർച്ചയായി 2ാം തവണ 1ാം സ്ഥാനം നേടി. കൂടാതെ സംസ്ഥാനത്തെ മികച്ച അധ്യാപകനുള്ള അവാർഡ്, ജില്ലയിലെ മികച്ച PTA-ക്കുള്ള പുരസ്കാരം എന്നിവയും സ്കൂളിന് ലഭിച്ചു. സ്കൂളിന് സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച ഒട്ടേറെ നിരവധി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മലയാള മനോരമയുടെ നല്ലപാഠം പുരസ്കാരം, മാതൃഭൂമിയുടെ സീഡ് പുരസ്കാരം, അതുപോലെ തന്നെ സംസ്ഥാന അധ്യാപക അവാർഡ് ഹെഡ് മാസ്റ്റർക്ക് ലഭിച്ചു. പിന്നെ സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃതോത്സവത്തിൽ സംസ്ഥാനത്ത് തന്നെ നമുക്ക് ഒന്നാമതെത്താൻ സാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും തുടർക്കഥയാകുമ്പോൾ പഠനത്തോടൊപ്പം മണ്ണിനെയും മരങ്ങളെയും സംരക്ഷിക്കുവാനുള്ള പുതിയ ചുവടുവെപ്പാണ് ഈ കലാലയം നടത്തുന്നത്. കുട്ടികളെ സത്യസന്ധത പഠിപ്പിക്കുന്ന ഒരു കട, അതാണ് കട്ടപ്പന വെള്ളയംകുടി സെന്റ് ജെറോം സ്കൂളിലെ ഹോണസ്റ്റി ഷോപ്പ് അഥവാ സത്യസന്ധതയുടെ കച്ചവട പീടിക. ഹോണസ്റ്റി ഷോപ്പ് അഥവാ സത്യസന്ധതയുടെ കച്ചവട പീടിക. കട്ടപ്പന വെള്ളയാംകുടി സ്കൂളിലെ കുട്ടികൾ സത്യസന്ധതയുടെ പുതിയ പാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുകയാണ്. ഉടമസ്ഥനില്ലാത്ത ഈ കടയിൽ നിന്ന് കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. ഇതിന്റെ വില ഇവർ തന്നെ പണപ്പെട്ടിയിൽ നിക്ഷേപിക്കും. എന്റേതല്ലാത്ത ഒന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ സ്കൂൾ അധികൃതർ നൽകുന്നത്. അടിസ്ഥാനപരമായ ചിന്ത ഇതാണ്: എന്റേതല്ലാത്തതൊന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല, എല്ലാം ദൈവനിരീക്ഷണത്തിലാണ് നടക്കുക. തമ്പുരാൻ എപ്പോഴും ഉണ്ട്. മറ്റാരും നമ്മളെ കുറ്റപ്പെടുത്തിയില്ലെങ്കിലും ദൈവം നമ്മുടെ മനസാക്ഷിയോടെ സംസാരിക്കുന്ന ആ സ്വരം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുക. ഈ കേരളപ്പിറവി ദിനത്തിൽ ഹോണസ്റ്റി ഷോപ്പ് 1 വർഷം പിന്നിട്ടു. സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവിടെയുണ്ട്. കടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങൽ, പ്രദർശിപ്പിക്കൽ, പണസമാഹരണം, കണക്ക് പരിശോധന എന്നിവയുടെയെല്ലാം മേൽനോട്ടത്തിനായി വിദ്യാർത്ഥി സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട്. സത്യസന്ധതയുടെ കച്ചവടപ്പിടി കൊണ്ട് വളരെ ഉപകാരങ്ങളുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും സത്യസന്ധമായി പ്രവർത്തിക്കുവാനും മറ്റ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ മറ്റ് വിപണികളിലേക്ക് പോകാതെ തന്നെ ഇവിടെ നിന്ന് സാധനം എടുക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നു. മറ്റ് വിപണികളെക്കാളും ഇവിടെ വളരെ വിലക്കുറവിലാണ് സാധനം വിൽക്കുന്നത്. ഈ വർഷം കണക്ക് കൂട്ടിയിട്ട് 34,000-ത്തിലധികം ലാഭം കിട്ടിയിട്ടുണ്ട്. നോട്ടായിട്ട് കിട്ടുവാണെങ്കിൽ ചില്ലറ മാറാനായിട്ട് ആൾക്കാർ ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് സത്യസന്ധതയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകാനും ഒപ്പം സമൂഹത്തിന് മാതൃകയാകാനും ഈ സത്യസന്ധതയുടെ കച്ചവട പീടികയ്ക്ക് കഴിയുന്നു. കഴിഞ്ഞ 1 വർഷം ലാഭകരമായി കട മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് കുട്ടികളുടെ സത്യസന്ധതയ്ക്കുള്ള തെളിവാണ്. മേരികുളത്ത് കുട്ടി പോലീസിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. മേരികുളം സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടി പോലീസാണ് നാട്ടുകാർക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത്. പോലീസ് എന്ന് കേട്ടാൽ കുട്ടികൾ പേടിക്കുന്ന കാലം കഴിഞ്ഞു. ഇന്ന് സ്കൂളിൽ തന്നെ പോലീസ് ഉണ്ട്. കുട്ടി പോലീസ് അഥവാ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. യൂണിഫോം ധരിച്ചെത്തുന്ന ഇവർക്ക് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. സ്കൂളിന്റെ വൃത്തിയും വെടുപ്പുമാണ് ആദ്യം ശ്രദ്ധിക്കുക. പ്രവർത്തിക്കുന്ന SPC യൂണിറ്റിലെ അംഗങ്ങളാണ് ഞങ്ങൾ. 2 ബാച്ചുകളിലായി 78 വിദ്യാർത്ഥികൾ SPCയിൽ പഠനം നേടുന്നു. ജാഗരൂകവും സമാധാനപൂർണ്ണവും അച്ചടക്കവുമായ ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന SPC യൂണിറ്റും ഞങ്ങൾ സ്കൂളിൽ ഡിസിപ്ലിൻ പ്രവർത്തനങ്ങൾ നടത്തുകയും ട്രാഫിക് ഡ്യൂട്ടികൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ചുറ്റുവട്ടങ്ങൾ വൃത്തിയാക്കുകയും പരിസര ശുദ്ധീകരണം നടത്തുകയും വൃക്ഷത്തൈകൾ നട്ടുവെക്കുകയും
പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുകയും ഞങ്ങൾ ഒത്തിരി പ്രവർത്തനങ്ങൾ ഇതിലൂടെ ചെയ്യുന്നുണ്ട്. മേരികുളം സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടി പോലീസുകാർ രാവിലെ 9 മണിയോടെ മേരികുളം സിറ്റിയിലെത്തും. പിന്നെ ഗതാഗത നിയന്ത്രണത്തിന്റെ ചുമതല ഇവർക്കാണ്. മേരികുളം ജംഗ്ഷനിൽ വൃത്തിയായി അവിടെ ഞങ്ങൾ പൊതുപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അവിടെ വൃത്തിയാക്കുകയും ചെയ്തു. പിന്നെ കുട്ടികളെ ബസ്സിൽ കയറ്റിവിടാനും പിന്നെ ട്രാഫിക് നിയന്ത്രിക്കാനും ഞങ്ങൾ അവിടെ സന്നദ്ധരായിട്ടുണ്ട്. പിന്നെ സ്കൂളിലെ കുട്ടികൾക്ക് അച്ചടക്ക ബോധ്യം വളർത്താനും ഞങ്ങൾ ഏറെ ശ്രമിക്കുന്നു. മുമ്പ് സ്ഥിരം അപകട മേഖലയായിരുന്നു മേരികുളം. എന്നാൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ എത്തിയതോടെ ഈ അവസ്ഥ മാറി. കൊച്ചുകുട്ടികളെ ഇവർ സുരക്ഷിതമായി സ്കൂളിൽ എത്തിക്കുന്നു. മേരികുളം ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക്കിന് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. ഏതാണ്ട് 2500ഓളം കുട്ടികൾ ഇവിടെ രാവിലെയും വൈകിട്ടും ബസ്സിൽ യാത്ര ചെയ്യുന്നവരായിട്ടുണ്ട്. അവരുടെ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതിൽ സഹായിക്കുന്നതിൽ ഈ കേഡറ്റുകൾ നിരവധി സേവനമാണ് അനുഷ്ഠിച്ചു വരിക. ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജി, പ്രീതി എന്നിവരാണ് ഇവർക്ക് ട്രെയിനിങ് നൽകുന്നത്. അധ്യാപകനായ ബിജു ജോസഫിന്റെ നേതൃത്വത്തിലാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്രവർത്തിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മദിനം. നാടെങ്ങും ശിശുദിന ആഘോഷ പരിപാടികൾ. കാഞ്ചിയാർ തപോവൻ മേഖലയിൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നത് ഇടുക്കി ജലാശയത്തിലൂടെ ചങ്ങാടത്തിൽ. ജലാശയത്തിന് കുറുകെ തൂക്കുപാലം വേണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായില്ല. മാനസിക വൈകല്യത്തെ മനക്കരുത്തുകൊണ്ട് തോൽപ്പിച്ച് കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ. അർഹതയ്ക്കുള്ള അംഗീകാരമായി സ്കൂളിന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പച്ചക്കറി തോട്ടത്തിനുള്ള സർക്കാർ അവാർഡ്. കുട്ടികളുടെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിന ആശംസകൾ. നമസ്കാരം.